എൻ്റെ ബാഗിൻ്റെ ഇതെടുക്കാം. വാട്ട്സ് ഇൻ മൈ ബാഗ് എന്തൊക്കെയല്ല നമുക്ക് നോക്കാം. ലൈറ്റ് വേണം. ഇവിടെ ഇത് തുറക്കാൻ പോണ്. എന്നെ കാണിക്കണ്ട കേട്ടോ. മറ്റേ ലൈറ്റ് ഒന്നും ഇല്ല ഇവിടെ. എന്നെ കാണുന്നില്ല. ലൈറ്റില്ല, എന്നെ കാണിക്കണ്ട. ഇതിലുള്ളത് പവർ ബാങ്ക്. ഇതൊരു മസ്റ്റ് ആവണം നമ്മളെ ട്രെയിനിൽ കാണിക്കണം. ട്രെയിനിൽ വേണ്ട മെയിൻ സാധനം. ട്രെയിനിൽ നല്ല പ്രത്യേകിച്ച് നമ്മൾ ഹിമാചലൊക്കെ പോകുമ്പോൾ തണുപ്പൊക്കെ ആകുമ്പോൾ നമ്മളെ പവർ ഇതിൻ്റെ ചാർജ് ഡൗൺ ആവും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം ഇപ്പോൾ കരുതണം. പിന്നെ ഇതെൻ്റെ കാർഡ് ഹോൾഡറാണ്. ഇതിലെൻ്റെ കാർഡ്സ് എല്ലാം ഉണ്ട്. കുറച്ച് ക്യാഷ് ഉണ്ട്. ഇതിങ്ങനെ തന്നെ ഇതിലേക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കാശൊക്കെ കാണാണ്ട് വെക്കണം. ഇതെൻ്റെ മസ്റ്റ് ഹാവ് ലിപ്സ്റ്റിക്കാണ്. ഇത് എത്ര കൊല്ലമായി താങ്കളുടെ കയ്യിലുണ്ട്? മെഞ്ഞാന്ന് വാങ്ങിച്ചുള്ളൂ. ഈ ഒരു സാധനം വാങ്ങിയോണ്ടാണ് വാട്ട്സ് ഇൻ മൈ ബാഗിനെ നിന്നത് കാണിച്ചു തന്നത്. കാരണം ട്രിപ്പിന് വേണ്ടി ചായച്ച് വാങ്ങിയ സാധനമാണ്. അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഇതിന്റെ ഷെയ്ഡ് ഏതൊന്നും പറയാമോ? ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ചായ എന്ന് പറഞ്ഞിട്ടൊരു ചായ. ചായ 18 ചായ ഇവിടെ കാണുന്നുണ്ട്. ഫോക്കസ് ചെയ്ത് കാണുന്നില്ല. ഓക്കെ, ചായ 18. ഇതാണ് ഇതിന്റെ ലിപ്സ്റ്റിക്. നല്ല അടിപൊളി ഷെയ്ഡാണ്. ട്രൈ ചെയ്യും. അപ്പോൾ ലിപ്പാൻ ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇടാൻ പറ്റൂല. ഇത് ചായ കളറല്ലല്ലോ. നോക്കട്ടെ. ഓക്കെ, ഇതാണ് നമ്മൾ ലിപ്സ്റ്റിക് വരുന്നത്. ഇത് നൈക്കേൻ്റെ പ്രോഡക്റ്റാണ്. നൈക്ക മാറ്റ് ലസ്റ്റ്. ഓക്കെ, സോ പറഞ്ഞ പോലെ ലിപ് ബാം ഇതും എന്തായാലും നിർബന്ധം. നമ്മളിപ്പോൾ തണുപ്പുള്ള സ്ഥലത്തേക്ക് വന്നപ്പോൾ നമുക്ക് എന്തായാലും വേണം. ഇപ്പം തന്നെ ഡ്രൈ ആയിട്ട് പൊട്ടാനൊക്കെ തുടങ്ങി. പിന്നെ ഒരു കർച്ചീഫ്, പിന്നെ ഒരു അയമോദകം കൂടി. ഇത് വളരെ വളരെ നിർബന്ധം. കണക്കല്ല ആശീർക്കാർക്ക് ഭയങ്കര നിർബന്ധം. എന്തായാലും തുറന്ന് എടുത്ത സ്ഥിതി എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? എല്ലാവർക്കും ഗ്യാസിന്റെ പ്രശ്നമുണ്ട് മനസ്സിലാക്കാം. നല്ല മതിയോ? ഇപ്പൊ തുടങ്ങിയിട്ട് 2 സൈറ്റേ ഉള്ളൂ. പക്ഷെ പകുതി ശരി. നമ്മളിന് വെറുതെ ഇങ്ങനെ ഒരു ഇതായിട്ടിരിക്കുന്നത്. ഗ്യാസിന്റെ പ്രശ്നമുണ്ട്. പിന്നെ ഒരു പെണ്ണ് നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ ജോൺ വിക്കാ. ഞാൻ ഇതിൽ വെക്കാൻ മറന്ന ഒരു സാധനം ഒരു പെപ്പർ സ്പ്രേ വാങ്ങാൻ മറന്നുപോയി. 2 ആണുങ്ങളുണ്ട് എൻ്റെ കൂടെ. എന്നാലും ധൈര്യത്തിന് 2 പോത്ത് ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ സേഫ്റ്റി ഇത് മാത്രം സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാം. 4 മിനിറ്റ്. അപ്പം ഞാൻ പെപ്പർ സ്പ്രേ വാങ്ങണം വിചാരിച്ചാണ്, ഉണ്ടാക്കണം വിചാരിച്ചാണ്. ഉണ്ടാക്കാൻ വെച്ചാൽ അപ്പോൾ ഞാനൊരു ധൈര്യത്തിന് ഒരു പെണ്ണ് വെച്ചു. ആരെങ്കിലും ഉപദ്രവിക്കാൻ ഒറ്റക്കുത്ത്. വെരി ഗുഡ്. ഇത് ലിപ്സ്റ്റിക് ഇതെന്റെ പണ്ട് മുതൽ പോയി. അടിപൊളി സാധനം. ചാത്തനൊന്നല്ല, 10-400 രൂപയുണ്ട് ഇതിന്. ഐ തിങ്ക് 24 hours ഇൻസൈറ്റ് എന്തോ ലിപ്സ്റ്റിക് ആണ് പേരെന്നല്ല. ഇത് ഷെയ്ഡ് വരുന്നത് 18. ലുക്കിംഗ് ഗുഡ്. അടിപൊളിയാണ്. ഇത് ലുക്കിംഗ് ഗുഡാണ്. അടിപൊളി ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ വില 8 കാണിക്കില്ല. പിന്നെ ഒരു ചെറിയ ടിഷ്യൂ. ഇത് നമ്മൾ ഇന്നലെ ബുഹാരി പോയപ്പോൾ ബുഹാരി എന്താ മനസ്സിലാക്കി? സബ്സ്ക്രൈബേഴ്സിന് അറിയില്ല. ബുഹാരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ചെന്നൈയിൽ പോയി. നമ്മൾ ഡൽഹിയിലേക്കുള്ള ട്രിപ്പിൻ്റെ മുന്നേ ചെന്നൈയിൽ നിന്നാണ് ട്രെയിൻ വരിക. അപ്പം ചെന്നൈ പോയ സമയത്ത് ബുഹാരി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഹോട്ടലിൻ്റെ സെൻറ്ററിൻ്റെ അടുത്ത് അവിടെ നമ്മൾ ഫുഡ് കഴിച്ചു. ബുഹാരി റൈസ് ആണോ അല്ലെങ്കിൽ? അല്ല, ബുഹാരി റൈസ് എന്നല്ല, ബുഹാരി ഹോട്ടലിൻ്റെ പേരാണ്. അവിടെ ബിരിയാണി. അവിടെ നിന്ന് ഒരു ബിരിയാണി ചെന്നൈ ബിരിയാണി, നോർമൽ ചെന്നൈ ബിരിയാണി, ആമ്പൂർ ബിരിയാണി, അമൃത്സർ ബിരിയാണി, ഇതെല്ലാം സെയിം ബിരിയാണിയാണ്. ബീബിക്ക് എല്ലാം ഒരേ ടേസ്റ്റുള്ള ബിരിയാണി. അതേ ബിരിയാണി അല്ല ബുഹാരി ഹോട്ടലിൽ അവിടെ നിന്ന് എടുത്തൊരു പിന്നെ അടിപൊളി അത്ര. ഇത് ആശർക്ക് കൊണ്ടു തന്നതാണ്. അടിപൊളി അത്രയാണ്.
എന്തായാലും അടുത്ത ഇതായിട്ടാ ട്രെയിനിൽ 2 ദിവസം കുളിക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്തേലും ഇതാണ് അത്തർ. കളറൊന്നുമില്ല, ഒരു വെള്ളം ഒഴിച്ച പോലത്തെ ഒരു സംഭവമാണ്. എന്താ വെച്ചാൽ നല്ല മണം ഇത്. പിന്നെ പറഞ്ഞാൽ അത്ര എങ്ങനെയുണ്ട് അതിന്റെ സ്മെല്ല്? കുളിച്ചാലൊന്നും പേര് അതിന്റെ ഫ്ലേവർ വരുന്നത് എന്താ എനിക്കറിയില്ല. നിങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടാണ് ചെൽസി അറിയില്ല, നിങ്ങൾ വാങ്ങിക്കൊണ്ടത്. പിന്നെ ഒരു ഫേസ് വാഷ്, ഇതെല്ലാം ട്രാവൽ ആയതുകൊണ്ട് എടുത്തതാണ്. ട്രെയിനിലായതുകൊണ്ട് ഈ ബാഗിൽ കൊള്ളുന്നുണ്ടോ? ഇതിൽ കൊള്ളാം, നല്ലോണം കൊള്ളുന്നുണ്ട്. ഇത് ഞാൻ ബാഗിനെ കൊണ്ട് ലാസ്റ്റ് പറയാം. ഓക്കെ, സോ ഇതെൻ്റെ ആദ്യത്തെ ഫോണാണ്, ഫസ്റ്റ് എൻ്റെ സെക്കൻഡ് മൊബൈലാണ്. പിന്നെ ഇതെൻ്റെ ലേറ്റസ്റ്റ് ഫോൺ നോക്കിയ ഓപ്പോ ഇറങ്ങിയ ഓപ്പോ 15+. താങ്കളെന്താ ഫോണിനെ പറ്റി പറയാത്തത്? 15+. മനസ്സിലാക്കില്ല. ഓപ്പോന്റെ ഐഫോൺ. ഓ സോറി ഐഫോൺ. ഇതൊക്കെ പോയി 3 കൊല്ലം ഇതിങ്ങനത്തെ ചാർജ്. ഇതൊക്കെ നമുക്ക് ട്രാവലറിൽ വേണ്ട സാധനം. പിന്നെ ഒരു ഇയർബഡ് ഉണ്ട് ഓപ്പോന്റെ. ഇതാണെന്ന് കാണിച്ചു തരും. ഓപ്പോന്റെ ഇതാണ് തുറന്നു കാണിച്ചു തരും. ഇയർബഡ് ഇത് കുറേ ഫോക്കസ് ഇതിലിപ്പോ ബാഗിൽ ആശ്രയിച്ച് തന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ല ക്വാളിറ്റി ഉണ്ടോ ഓഡിയോ? പിന്നെ ഇത് മസ്റ്റ് ഹാവ് സാധനമാണ്. ഇത് ഷംറി ഞാനും ഷംറിനല്ല ഷംറി എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഞാനും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ്. നല്ല അടിപൊളി സാധനമാണ്. വിക്സിൻ്റെ ഇൻഹേലർ മൂക്ക് കടഞ്ഞു ക്ലൈമറ്റ് സ്ഥലത്തേക്ക് പോകുമ്പോൾ അത്രയും നല്ല സുഖമുണ്ടാവും. പക്ഷെ ഇത് കുറേ കാലമായി വാങ്ങിയിട്ട് പോയി. പക്ഷെ ഇത് എപ്പോഴും എൻ്റെ ബാഗിലുണ്ടാവും. ഓക്കെ, പിന്നെ വേറെ ഒന്നുമില്ലപ്പോൾ ഇതിലെന്താ. പിന്നെ ഒരു $3 ഉണ്ട്. മെഡിസിൻസും ഒക്കെ ഉണ്ടല്ലോ. ഇതെപ്പോഴും വെക്കും, കാരണം എന്തെങ്കിലും തലവേദന അങ്ങനത്തെ വന്നു കഴിഞ്ഞാൽ കുടിക്കുന്നില്ല, പക്ഷെ എന്തായാലും അവിടെ ഉണ്ടാവും. ഓക്കെ, കുറേ കാലങ്ങളായി വാങ്ങിച്ചത്, ഡേറ്റെല്ലാം കഴിഞ്ഞു പോകും. വെരി ഗുഡ്. എൻ്റെ 9 വരുന്നുണ്ട് 2026. ഇനി വാച്ച് ഇനിയിപ്പോൾ കൈ വന്ന് ഇത് താജ് കൊണ്ടുത്തന്നത് എനിക്ക്. സൗദിയിൽ നിന്നുണ്ടെന്ന്. ഇത് കുറച്ച് കാലം ഒരു കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്കൊന്ന് 2019 അങ്ങനെ കൊണ്ടുവന്നത്. കൊല്ലായി സൈറോസിന്റെ താജ് കൊണ്ടുത്തന്ന വാച്ച്. അതൊക്കെയാണ് നമ്മളെ ബാഗിലുള്ളതല്ലേ. കൈമിലിടുന്നതായി. പിന്നെ ട്രെയിനിലായിട്ട് ഇങ്ങനെ അയച്ചിട്ട്. പിന്നെ ഇതാണ് എൻ്റെ ബാഗ് വരുന്നത്. അടിപൊളി ബാഗാണ്. ബ്രാൻഡഡ് ഒന്നുമല്ല. ഞാൻ ഈ ട്രിപ്പിന് പോകുന്നതുകൊണ്ട് ചെറിയൊരു ഒരു ബാഗ് വാങ്ങിയത്. ചെറിയൊരു ബാഗ് എന്നുള്ള രീതിക്ക് വാങ്ങിയത്. അപ്പം മീഷോന്നോ ഫ്ലിപ്കാർട്ടിന്നോ ഒരു 200 ആ ഒരു റേഞ്ചിലേ ഉള്ളൂ. 200 നല്ല ക്വാളിറ്റി നല്ല സെക്ഷൻ വരുന്നുണ്ട്. ഒറ്റ സെക്ഷൻ ചെറിയതല്ല, ചെറിയ പിടിക്കുന്ന ബാഗല്ലേ. ഓക്കെ ഫൈൻ. ഇതൊക്കെയാണ് നമ്മളെ ബാഗുള്ളത്. എല്ലായിടത്തും ഇതിൽ ബാഗിലിട്ടുള്ളൂ. അതാരും അങ്ങനെ കാണിക്കില്ല. ഓക്കെ ഓക്കെ, മൊബൈൽ ചാർജ് ചെയ്യാം. 2 മൊബൈൽ ചാർജ് ചെയ്യുന്ന. കാരണം ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. വാട്സിൻ മൈ ബാഗിൽ കുറേ സാധനം വരുമ്പോൾ ഉടായി പാക്കുന്നതാണ്. കറക്റ്റ് ബാഗിൽ കൊള്ളുന്നുണ്ടോ? ലൈസൻസ് ഇതിൽ വെക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് വെച്ചിട്ടില്ല. പിന്നെ അതൊട്ടും ഉപയോഗിക്കാത്തൊരു അങ്ങനെയല്ല എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനം. സത്യം പോലെ പറഞ്ഞു, അത് ഉപയോഗിക്കലില്ല. അപ്പോൾ ഇതെല്ലാം ഇതിലിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. നമ്മൾ കള്ളക്കളി കളിക്കുന്നതാണോ, ബാഗെല്ലാം കൊള്ളുന്നുണ്ടോ എന്ന് അറിയണ്ടേ. അങ്ങനത്തെ ഒരു ഡൗട്ട്. ടവലിന്റെ ടവലൊക്കെ പറഞ്ഞു ഒക്കെ കൊള്ളും ഇതിൽ. സംഭവം സത്യം തന്നെയാണ്. ഇതെല്ലാം ബാഗിൽ കൊള്ളുന്ന തന്നെയാണല്ലേ. ഇന്നലെ ഷമ്മുവിൻ്റെ നമ്മൾ ഇന്നലെ ചെന്നൈയിൽ നിന്ന് ഡെക്കാത്തലോണിൽ പോയിട്ട് ഷമ്മുവിൻ്റെ തെർമൽ ഈ ബാഗിലാണ് വെച്ചത്. എൻ്റെ സാധനങ്ങളൊക്കെ ട്രൗസർ വാങ്ങി. എല്ലാ തെർമലും വാങ്ങിയത്. അല്ല ഇതിലെ കൊള്ളുന്ന ടീഷർട്ടാണോ ട്രൗസറാണോ? ആ തെർമൽ ഏതാ ടീഷർട്ടിൽ കൊണ്ടു. ടീഷർട്ടിൽ കൊണ്ടു ഓൾറെഡി. അതിന് കൂടെ അതും കൂടെ കൊണ്ട്. ഓക്കെ, അപ്പൊ അത്രയാണല്ലോ നമ്മളെ വാട്സിൻ മൈ. എൻ്റെ ഫോണും ചാർജറും വെക്കാനുള്ള സ്പേസ്. എന്തായാലും ഇങ്ങനെ ഡൽഹിയിലേക്കുള്ള യാത്രയിൽ താങ്കളുടെ വാട്സിൻ മൈ ബാഗ് പറയാൻ കാണിച്ച മനസ്സിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. വണക്കം. ബൈ ബൈ.